നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. ചെമ്മാട് ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി നഗരസഭ വിളിച്ചു ചേർത്ത ട്രാഫിക് ഉപദേശക സമിതി യോഗം നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. ജംഗ്ഷനുകളിലെ ഓട്ടോ പാർക്കിംഗ് 20 മീറ്ററോളം മാറ്റി ക്രമീകരിക്കുക, മെയിൻ റോഡിലെ ഓട്ടോ പാർക്കിംഗ് ഒഴിവാക്കി പോലീസ് സ്റ്റേഷൻ റോഡിലേക്ക് മാറ്റുക, മെയിൻ റോഡിലെ ഇരുചക്ര പാർക്കിംഗ് നിരോധിക്കുക, കോഴിക്കോട് റോഡിൽ നിന്ന് വരുന്ന ബസ്സുകൾക്ക് സ്റ്റോപ്പ് MDC ബാങ്ക് പരിസരത്തേക്ക് മാറ്റുക, കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ബസ്സുകൾ ജംഗ്ഷനിൽ നിർത്തി ആളെ കയറ്റി ഇറക്കുന്നതിന് പകരം താഴെയുള്ള ബസ് സ്റ്റോപ്പിൽ മാത്രം നിർത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും സ്റ്റോപ്പ് അല്ലാത്ത സ്ഥലത്ത് വീണ്ടും നിർത്തിയിട്ടാണ് വീണ്ടും സമയം പോവുകയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിർത്തണം. ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്ന സ്റ്റോപ്പുകളിൽ മാത്രം ബസ് ആളെ നിർത്തി ആളെ എടുക്കുക. ആരെങ്കിലും ഇടയ്ക്ക് വെച്ച് കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ആളെ എടുക്കുന്ന സംവിധാനം ഒഴിവാക്കുക. അതിന് കുറച്ചുകൂടെ സമയം കിട്ടും. ബസ് സ്റ്റോപ്പിൽ പോലീസ് സ്റ്റേഷനിൽ ഇതിന്റെ മുന്നേ നടന്ന സംഭവമാണ്. ഇവിടെ ട്രാഫിക് നടന്ന സമയത്ത് എന്തുകൊണ്ട് ആ കുട്ടീനെ അവിടെ നിർത്തി കൊടുത്തില്ല? ബാക്കിൽ ബ്ലോക്ക് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ വരട്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു പരാതിയിലല്ല, ഒരു നടപടിയിലല്ല. ബസ് സ്റ്റോപ്പിലല്ലാതെ നിങ്ങൾ നിർത്താത്തതിന് ഒരു നടപടി ബസ് സ്റ്റോപ്പ് സാർ ഏത് സ്റ്റോപ്പാണെന്ന് സാർ അവരോട് താനൂർ ഡിവൈഎസ്പി VV ബെന്നിയുടെയും നഗരസഭാ അധ്യക്ഷൻ KP മുഹമ്മദ് കുട്ടിയുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ടൗണിൽ പരിശോധന നടത്തി. ഓട്ടോ, ടാക്സി, ബസ് ജീവനക്കാരോട് അഭിപ്രായങ്ങൾ തേടിയ ശേഷമാണ് പദ്ധതികൾ തയ്യാറാക്കിയത്. നിർദ്ദേശങ്ങൾ നാളെ ചേരുന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുക്കും. ചിങ്ങം 1 മുതൽ പദ്ധതി നടപ്പിലാക്കാനാണ് തീരുമാനം. യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ KP മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. ഉപാധ്യക്ഷ സുലൈഖ കാലോടി, ഇക്ബാൽ കല്ലുങ്ങൽ, CP ഇസ്മായിൽ, EP ബാവ, CP സുഹറാബി, സെക്രട്ടറി മുഹസിൻ, SI സാം ജോർജ്, സുരേഷ് ബാബു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.